ഈ സീനിയർ ലിവിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് റിസ്ക് എന്ന് പറയുന്നത് ഈ സീനിയർ ലിവിങ്ങിന് പറ്റുന്ന വീടുകൾ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആർക്കിടെക്ട്സ് വേണം. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽനെസ്, റൈറ്റ്, നമ്മുടെ റിക്രിയേഷൻ, ആ പ്രായത്തിലുള്ള ആളുകളുടെ റിക്രിയേഷൻ, അവരൊരു മെൻ്റൽ വെൽബീയിങ്, ഫിസിക്കൽ വെൽബീയിങ്, അവരൊരു കമ്മ്യൂണിറ്റി വെൽബീയിങ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 4 പില്ലേഴ്സ് ഹെൽത്ത്, വെൽനെസ്, റിക്രിയേഷൻ, കമ്മ്യൂണിറ്റി. എക്സാമ്പിൾ ഒരാൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആ വീൽ ചെയറിൽ ആ പ്രോജക്റ്റിന്റെ എവറി നൂക്ക് ആൻഡ് കോർണർ പോകാൻ പറ്റണം. ആ വീൽ ചെയറിൽ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എല്ലാ ഡ്രോയേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റണം, ഒരു തരത്തിലും ഷാർപ്പ് എഡ്ജസ് ഉണ്ടാകാൻ പാടില്ല, വോൾസിലോ അല്ലെങ്കിൽ ഇന്റീരിയേഴ്സിലോ ഒന്നും ഷാർപ്പ് എഡ്ജസ് ഉണ്ടാകാൻ പാടില്ല. അതായത് ഹൗസ് ഓണേഴ്സ് ഉണ്ട്, ഏതാണ്ട് ഒരു 40,000-ഓളം പേര് എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്സിലാണ്. അപ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായി മലയാളികൾക്ക് പല വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് സീനിയർ ലിവിങ്, അസിസ്റ്റഡ് ലിവിങ് എന്നൊക്കെ. പല കമ്പനികളും പല കെട്ടിടങ്ങളൊക്കെ കെട്ടി പല പദ്ധതികളുമൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലത് വിജയകരമായിട്ടൊക്കെ നടന്നു പോകുന്നുമുണ്ട്. എങ്കിലും ഒരുപാട് പേർക്ക് ഇന്നും എന്താണ് അസിസ്റ്റഡ് ലിവിങ്, അല്ലെങ്കിൽ എന്താണ് സീനിയർ ലിവിങ്, എന്താണ് ആക്റ്റീവ് ലിവിങ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ വികലമായ ധാരണകളാണ് താനും. ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ, ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള, നമ്പർ 1 ബ്രാൻഡായിട്ടുള്ള അസറ്റ് ഹോംസ് ഈ മേഖലയിലോട്ട് കടന്നു വരുന്നത്. അസറ്റ് ഹോംസ് ആക്റ്റീവ് ലിവിങ് എന്നുള്ള കോൺസെപ്റ്റ് റിയലൈസ് ചെയ്യാനും ഉപഭോക്താവിന് അവരുടെ ആ കോൺസെപ്റ്റ്സ് റിയലൈസ് ചെയ്ത് ഉപഭോക്താവിന് ഒരുപാട് സവിശേഷ ഗുണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കോൺസെപ്റ്റാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവരുടെ ആദ്യത്തെ പ്രോജക്റ്റ് ഈ മാസം ലോഞ്ച് ചെയ്യുകയാണ്. തുടരെ 1-2 പ്രോജക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അസറ്റ് ഹോംസിൻ്റെ ചീഫ് ബിസിനസ് ഓഫീസറായ ശ്രീ ഗോകുൽ പിള്ളയാണ്. ഇതുപോലൊരവസരം നമുക്കിനി കിട്ടത്തില്ല. ശ്രീ ഗോകുൽ പിള്ളയോട് തന്നെ നമുക്ക് എന്താണ് ആക്റ്റീവ് ലിവിങ്, എന്താണ് സീനിയർ ലിവിങ്, ഒരു നമ്പർ 1 ബിൽഡറായ അസറ്റ് ഹോംസ് എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് അതിൻ്റെ ഉപഭോക്താക്കൾക്ക് റോൾ ഔട്ട് ചെയ്യുന്നത്, എന്താണ് അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റിൻ്റെയും ആ കോൺസെപ്റ്റ് റോൾ ഔട്ട് ചെയ്യുന്നതിൻ്റെ സവിശേഷതകൾ എന്താണ്, എങ്ങനെയാണ് അത് ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്കിനോട് അടുക്കുന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ പാർട്ട്നേഴ്സ്, അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഗൂഗിൾ പിള്ള നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം ഗൂഗിൾ പിള്ള. ഓക്കെ, അപ്പോൾ വളരെ രസകരമായ ഏരിയയിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഈ സീനിയർ ലിവിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടേക്കുന്നത്. അതിൽ ഒരു പ്രോമിനൻറ്റ് പ്ലെയറാണ് അസറ്റ് ഹോംസ്. സീനിയർ ലിവിങ്ങിൻ്റെ ഒരു പ്രാധാന്യവും കൺസെപ്റ്റും അതിൻ്റെ പ്രാധാന്യവും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെയുള്ള കാര്യം ഗൂഗിളിന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? സീനിയർ ലിവിങ് എന്ന് പറയുമ്പം ശരിക്കും ഒരുപാട് സംസാരിക്കപ്പെടേണ്ട ഒരു ഏരിയയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെ അധികം തെറ്റിദ്ധാരണകളുള്ള ഒരു വേർഡാണ് ഈ സീനിയർ ലിവിങ് എന്ന് പറഞ്ഞാൽ. സീനിയർ ലിവിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈലാണ്. അതായത് ഒരു 50-55 വയസ്സിന് ശേഷം ഇപ്പോഴത്തെ മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും അടുത്തൊരു 30 വർഷം ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു, അതായത് ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ, അതൊരു ലൈഫ് സ്റ്റൈലാണ്. അതൊരിക്കലും ഒരു ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ കെയർ സെൻ്ററിൽ പോലോ ഒന്നുമല്ല. അപ്പോൾ നേരത്തെ ഒരു 10-40 വർഷം മുമ്പ് ഉണ്ടായിരുന്ന 55 വയസ്സുകാരൻ ചിന്തിക്കുന്ന ഒരു രീതിയല്ല ഇപ്പോൾ. 55-60 വയസ്സുള്ള ഒരാൾ ഒരു പുതിയ ജീവിത രീതി, ഒരു ഘട്ടം, അപ്പോൾ അയാൾക്ക് ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടുണ്ടായി, സാഹചര്യങ്ങളുണ്ടായി, അതിനനുസരിച്ച് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു ഇക്കോസിസ്റ്റമാണ്. അതൊരു ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ദാറ്റ് ഈസ് ബിൽഡ് ഓൺ വാട്ട്? ദാറ്റ്സ് ബിൽഡ് ഓൺ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽനെസ്, റൈറ്റ്, നമ്മുടെ റിക്രിയേഷൻ, ആ പ്രായത്തിലുള്ള ആളുകളുടെ റിക്രിയേഷൻ, അവരൊരു മെൻ്റൽ വെൽബീയിങ്, ഫിസിക്കൽ വെൽബീയിങ്, അവരൊരു കമ്മ്യൂണിറ്റി വെൽബീയിങ്. അപ്പോൾ ഈ പറഞ്ഞ 4 പില്ലേഴ്സ് ഹെൽത്ത്, വെൽനെസ്, റിക്രിയേഷൻ, കമ്മ്യൂണിറ്റി, അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അതൊക്കെ ചിലപ്പോൾ ഹെൽത്ത് നമുക്കറിയാം, ഇപ്പം ഫെയിലിംഗ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഡിക്ലൈനിങ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്.
രണ്ടാമത് വെൽനസ് ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ ബസ് വേർഡാണ് ഇപ്പം. അതെ. പക്ഷേ ബസ് വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഇപ്പോൾ സാധാരണ ഒരു ജീവിത ലൈൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ വെൽനസ് നമ്മൾ വളരെ വല്ലപ്പോഴുമൊക്കെ ചിന്തിക്കാറുണ്ടെങ്കിലും ഇത് എനിക്കറിയില്ല എത്ര പേര് അത് ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോകുന്നു. കാരണം അതിനും ഈ പറഞ്ഞ കുറേ കാര്യങ്ങളും ചുറ്റുപാടുകളും സാഹചര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 4 പില്ലേഴ്സ് എങ്ങനെയാണ് അസറ്റ് ഹോംസിൻ്റെ ആ ഒരു സ്കീമിനകത്ത് വരുന്നത്? അല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 50-55 years ഒക്കെ കഴിയുമ്പോൾ once you get retired, right, you are going to get a lot of time to invest your ടൈം ആൻഡ് എഫേർട്ട് ആൻഡ് എനർജി ഓൺ ദീസ് തിങ്സ്. ബേസിക്കലി നമ്മൾ നേരത്തെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ നമുക്ക് അത്രയും സമയം കിട്ടണമെന്നില്ല. ഓക്കെ. അപ്പം ആ സമയമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടതും, റൈറ്റ്? അപ്പോൾ അതിന് പറ്റുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീനിയർ ലിവിംഗ് എന്ന് പറഞ്ഞത്. അസറ്റ് ഹോംസ് ഇതിലേക്ക് വന്നിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസറ്റ് ഹോംസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ കുറേ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങളൊരു 18 വർഷമായിട്ട് കേരളത്തിൽ ഏതാണ്ട് 10ഓളം ജില്ലകളിൽ പ്രോജക്ട്സുകൾ ചെയ്യുന്ന 123 പ്രോജക്ട്സ് ഇവർ ഓൾറെഡി ചെയ്ത് 91 പ്രോജക്ട്സ് ഹാൻഡ് ഓവർ ചെയ്തൊരു കമ്പനിയാണ്. ഞങ്ങളിത് മോർ ദാൻ 8,000 കസ്റ്റമേഴ്സ് ഉണ്ട്, അതായത് ഹൗസ് ഓണേഴ്സ് ഉണ്ട്. ഏതാണ്ട് ഒരു 40,000-ഓളം പേര് എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്സിലാണ്. അപ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരൊക്കെ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ജനറേഷൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം അന്നൊക്കെ ഒരു 15 കൊല്ലം മുമ്പൊക്കെ ഒരു 40 വയസ്സൊക്കെ എത്തുമ്പോഴാണ് ശരിക്കും ഒരാളൊരു വീട് വാങ്ങുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 25-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരാൾക്ക് ഒരു വീട് വാങ്ങാം. അപ്പോൾ അന്ന് ഞങ്ങളടുത്ത് വീട് വാങ്ങിയ ഫസ്റ്റ് ജനറേഷൻ കസ്റ്റമേഴ്സ് എല്ലാം ഇപ്പം ശരിക്കും പറഞ്ഞ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ എത്തുകയോ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോവുകയാണ് ആക്ച്വലി. അപ്പോൾ അവരാണ് ശരിക്കും ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സീനിയർ ലിവിങ് ഫെസിലിറ്റി, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കേരളത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചത്. ബിക്കോസ് അവർ ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടെയുള്ള ഫെസിലിറ്റികളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ MDയും ഏതാണ്ട് ഒരു 7-8 വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ 8 വർഷം എടുത്തത് ശരിക്കും പറഞ്ഞാൽ 8 വർഷം എടുത്ത് ലോകത്ത് ഏറ്റവും വലിയ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റീസ് റൺ ചെയ്യുന്ന കമ്പനീസിലും ആർക്കിടെക്ട്സിനെയും പോയി കണ്ട് അവരുടെ പ്രോജക്ട്സുകൾ വിസിറ്റ് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്ത് ഒക്കെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ കേരളത്തിന് പറ്റുന്നതാണല്ലോ. ഇപ്പം നമുക്ക് US-ലോ UK-ലോ ഒക്കെ കാണുന്ന ഒരു കെയർ ഹോമിനെ അതുപോലെ കൊണ്ടുവന്ന് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. റിലവൻ്റ് ലോക്കലായിട്ടുള്ള സാഹചര്യങ്ങളുടെ പ്രാദേശിക സാഹചര്യങ്ങൾക്കും കൾച്ചറിനും ആൾക്കാർക്കൊക്കെ ഇണങ്ങിയ തന്നെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം. അതെ. ഇപ്പോൾ ഒരു 7-8 വർഷമായിട്ട് അസറ്റ് ഹോംസ് MDയും ടീമും ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് വിദേശത്ത് പോയി താമസിക്കുകയും അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും എന്നാൽ പൂർണ്ണമായിട്ട് ആ മോഡൽ ഇങ്ങോട്ട് കൊണ്ടുവരാതെ പ്രാദേശികമായിട്ട് ഇവിടുത്തെ ആളുകൾക്കും ഇവിടുത്തെ സാഹചര്യങ്ങൾക്കും ഇണങ്ങിയ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതാണെന്നും ആണ് പറഞ്ഞ് നമ്മൾ വെച്ചത്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ എവിടെ അങ്ങനൊരു അന്വേഷണം നടത്തി. വിദേശത്ത് മാർക്കറ്റുകൾ കണ്ടു, വിദേശ സ്ഥാപനങ്ങൾ കണ്ടു, ആർക്കിടെക്റ്റുകളോട് സംസാരിച്ചു, അവിടെ താമസിക്കുന്ന വ്യക്തികളോട് സംസാരിച്ചു. അതിൽ നിന്ന് അവരുടെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് കേരളത്തിലെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും മറ്റ് സാംസ്കാരിക അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വന്ന് ആ ചിന്ത ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? ആ ചിന്ത ശരിക്കും ഞങ്ങളൊരു 4 പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അതിൽ ആദ്യത്തെ പ്രോജക്റ്റിൻ്റെ ഞങ്ങൾക്ക് കിട്ടി, അതിൻ്റെ അപ്രൂവൽസ് എല്ലാം കിട്ടി. ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാറായി. ലോഞ്ച് ചെയ്യാൻ പോകും. ഞങ്ങൾ November 10th അതിൻ്റെ ലോഞ്ച്. അതിൻ്റെ എല്ലാവിധ അപ്രൂവൽസും, അതായത് ഗവൺമെൻറ് ആൻഡ് ലീഗൽ ആൻഡ് ഉള്ള എല്ലാ അപ്രൂവൽസും ഞങ്ങൾക്ക് കിട്ടി. 4 സർട്ടിഫിക്കേഷൻ 4 ആദ്യത്തെ പ്രോജക്റ്റിനെ കിട്ടി. അതിൽ ആദ്യത്തെ പ്രോജക്റ്റ് വരുന്നത് പൂക്കാട്ടുപടി കൊച്ചിയിൽ രാജഗിരി ഹോസ്പിറ്റലിനടുത്താണ്. രണ്ടാമത്തേത് കോട്ടയമാണ്. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരവും കോഴിക്കോടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീനിയർ ലിവിങ് പ്രോജക്ട്സ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ഡിസൈനാണ്. ഇപ്പോൾ ഞങ്ങൾ 18 വർഷമായിട്ട് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ സീനിയർ ലിവിങ്ങിന് പറ്റുന്ന വീടുകൾ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആർക്കിടെക്ട്സ് വേണം. ഒരുപാട് എലമെന്റ്സ് ഡിസൈൻ പിന്നെ ഫീച്ചേഴ്സും എല്ലാം ഒരുപാട് എലമെന്റ്സും കാര്യങ്ങളും. അപ്പോൾ എല്ലാം സീനിയർ ഫ്രണ്ട്ലി ആവണം. ഇപ്പോൾ നമ്മളിടുന്ന ഫ്ലോറിങ്, നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആ വീൽ ചെയറിൽ ആ പ്രോജക്റ്റിന്റെ എവറി നൂക്ക് ആൻഡ് കോർണർ പോകാൻ പറ്റണം. ആ വീൽ ചെയറിൽ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എല്ലാ ഡ്രോയേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ വാഷ്റൂംസ് ടോയ്ലറ്റ്സ് എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് ആൻറ്റി സ്കിഡ് ഫ്ലോർ ആവണം. പിന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഹാൻഡ് റെയിൽസ് വേണം പ്രോപ്പറായിട്ടുള്ള.
നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് എല്ലാം ഇപ്പോൾ ലോക്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഈ സ്റ്റീൽ ലോക്സ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ലെതർ പൗച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ആർത്രൈറ്റിസുള്ള ആൾക്കാരാണെങ്കിൽ ഡ്യൂറിങ് വിന്റർ ദേ കാൺ ടച്ച്, തണുപ്പ് കാരണം. അതെ, അപ്പോൾ അത്രയും കെയർഫുൾ ആയിട്ട് വേണം ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഒരു തരത്തിലും ഷാർപ്പ് എഡ്ജസ് ഉണ്ടാകാൻ പാടില്ല, വോൾസിലോ അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സിലോ ഒന്നും ഷാർപ്പ് എഡ്ജസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് ക്യൂറേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ നടത്തിയ യാത്രയിൽ വി ഗോട്ട് എ പാർട്ട്ണർ. ഓക്കെ. കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞ് 1940s മുതൽ അമേരിക്കയിലും അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സീനിയർ ലിവിംഗ് കമ്മ്യൂണിറ്റീസ് നടത്തുന്ന ഒരു സർവീസ് പ്രൊവൈഡറാണ് ഈ കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. They do build also. They have both the models. അപ്പം അവരെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്, കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അവരുടെ ഒരു അസോസിയേഷനാണ് ശരിക്കും ഇതിനകത്തൊരു ടേൺ അറൗണ്ട് ആയി മാറിയത്. അപ്പോൾ അവരുടെ ഒരു ആർക്കിടെക്ട്സ്, അവരാണ് ശരിക്കും ഞങ്ങൾക്ക് ഈ പറഞ്ഞ വീടുകൾ ഡിസൈൻ ചെയ്ത് തന്നത്, ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് തന്നത്. പിന്നെ അവരുടെ ബാംഗ്ലൂരും പൂനെയിലൊക്കെ ഉള്ള പ്രോജക്ട്സ് ഞങ്ങൾ പോയി കണ്ട് അവിടെ താമസിച്ച് അവിടെ താമസിക്കുന്ന ആൾക്കാരത്ത് ഇൻട്രാക്ട് ചെയ്തൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം, ഈ 8 വർഷം ഇതിൻ്റെ പിന്നാലെ നടന്നതിൻ്റെ ഒരു ഗുണം ഇപ്പോൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കാണാനുണ്ട്. അപ്പോൾ ഈ പസഫിക് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞല്ലോ പാർട്ട്ണറായിട്ട്, അപ്പോൾ അവർക്ക് 2 മോഡലുണ്ട്, അവരും ബിൽഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ദേ ഓൾസോ പ്രൊവൈഡ് സർവീസസ്. അതെ. അപ്പോൾ അങ്ങനൊരു വലിയ ഇത്രയും 40കളിൽ തുടങ്ങിയ കമ്പനിയല്ലേ? അതെ. യു എസ് ബേസ്. അപ്പം അവർക്ക് ഇത്രയും ക്യുമുലേറ്റീവായിട്ട് ഇത്രയും വർഷത്തെയും ഇത്രയും ആൾക്കാരുടെയും ഒരുപക്ഷെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അവർ ഇന്ത്യയിൽ മാത്രം ഒരു സമയം 90,000 മീൽസാണ് കൊടുക്കുന്നത് സീനിയർ ലിവിംഗ് പ്രോജക്ട്സിൽ. 90,000 മീൽസ് അറ്റ് എ ടൈം. That is their expertise in India alone. And across all the countries. That is very big. So let's assume that runs into ഒരുപക്ഷെ ലക്ഷങ്ങളോളം അയക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സർവീസ് പ്രൊവൈഡറെയും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും വെച്ചിട്ട് എന്തൊക്കെ തരത്തിലുള്ള നമ്മളുടെ ഈ സീനിയർ ലിവിംഗ് ആണ് അസറ്റ് ഹോംസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? അതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ നേരത്തെ സീനിയർ ലിവിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഈ സീനിയർ ലിവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീനിയർ ലിവിംഗ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് സീനിയർ ലിവിംഗ് എന്നാണ് ആദ്യത്തെ സെറ്റ് ഓഫ് സീനിയർ കാറ്റഗറി. ഈ ആക്റ്റീവ് സീനിയർ ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയായി ഒരു പരസഹായം കൂടാതെ ഒരു വളരെ ആക്റ്റീവായിട്ട് നോർമലി ഒരു മനുഷ്യൻ ജീവിക്കുന്ന പോലെ ഒരു 50-55 വയസ്സ് മുതൽ 85 വയസ്സ് വരെ ജീവിക്കുന്ന കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞ് ഈ ആക്റ്റീവ് സീനിയർ ലിവിങ്ങിനകത്ത് വരുന്നത്. അവിടെ ഒരു ബൈസ്റ്റാൻഡറെയോ അല്ലെങ്കിൽ നമുക്കൊരു കൂടെ നിൽക്കാൻ ഒരാളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇനി ആക്റ്റീവ് സീനിയർ ലിവിങ്ങിലേക്ക് ഒരാളെ എൻറോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെ നമ്മൾ എങ്ങനെയാണ് അവരെ പിന്നെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മെയിൻറ്റെയിൻ ദിസ് തിങ്. ഇപ്പോൾ അടുത്തൊരു 20-25-30 വർഷം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്, അതായത് നിലവിലുള്ള അവരുടെ ആരോഗ്യവും അവരുടെ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ സന്തോഷകരമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു നമ്മൾ സാധാരണ ഒരു അപ്പാർട്ട്മെന്റ് താമസിക്കുന്നതിന് പകരം ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി അവിടെ താമസിക്കുന്നു. പക്ഷേ ഒരു സാധാരണ ഒരു അപ്പാർട്ട്മെന്റ് താമസിച്ച് നമ്മൾ പോയി ആ വീടിനകത്തുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അതല്ലാതെ കുറേ ഇതിനകത്ത് ഒരു എക്കോസിസ്റ്റം മൊത്തം ഈ വ്യക്തിക്ക് ആക്റ്റീവായിട്ട് തുടരാനുള്ള അത് എക്സ്പ്ലോർ ചെയ്യാനും അയാളുടേതായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം അതിനകത്ത് കൊടുക്കും. അതാണ് ഒരു ടൈപ്പ്. അത് ഫുഡ് ഉൾപ്പെടെ അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫുഡ് കൊടുക്കണം എന്നുള്ളത് ഉൾപ്പെടെ എല്ലാം കൊടുത്തിട്ട് അവരെ ആക്റ്റീവായിട്ട് തന്നെ നിലനിർത്താനാണ് നമ്മൾ അതിനകത്ത് ശ്രമിക്കുന്നത്. 2 എന്ന് പറയുന്നത് അസിസ്റ്റഡ് സീനിയർ ലിവിംഗ് ആണ്. അസിസ്റ്റഡ് സീനിയർ ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞ ഒരാൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടെ ഒരാളുടെ വലിയ ക്രിട്ടിക്കൽ ഒരു ഏരിയയാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഈ ഒരു സഹായം എന്ന് പറയുന്നത് ഒരാളിനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അറിയാവുന്ന ഒരാളിനെ കിട്ടാൻ വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലുമൊക്കെ ഈ ഒരു കമ്പനിയുടെ ശ്രദ്ധ വളരെ ഇതായിട്ട് പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അല്ല, ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത് ആക്റ്റീവ് സീനിയർ ലിവിംഗ് ആണ്. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയിലേക്ക് ഞാൻ ഈ ക്ലാസ്സസ് പറഞ്ഞിട്ട് ഞാൻ വരാം. ശരി. 1 ഈ ആക്റ്റീവ് ആണ്, 2 ഈ അസിസ്റ്റഡ് ആണ്, 3 എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ ആണ്. പാലിയേറ്റീവ് കെയർ നമുക്കറിയാം എന്നുള്ളത്. പിന്നെ ഡിമെൻഷ്യ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അൽഷിമേഴ്സ് അതുപോലുള്ള മെമ്മറി ലോസ് ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് കംപ്ലീറ്റ് കെയർ വേണം, വളരെ കൂടെ നിന്നിട്ടുള്ള പരിചരണം ആവശ്യമുണ്ട്. അപ്പോൾ ഈ 4 കാറ്റഗറിയാണ് നമുക്കുള്ളത്. ഈ 4 കാറ്റഗറിയിൽ അസറ്റ് കേറ്റർ ചെയ്യുന്നത് ആക്റ്റീവ് സീനിയർ ലിവിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സർവീസ് പ്രൊവൈഡറായ കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസിന് ഈ 4 സർവീസസും ഉണ്ട്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചി എടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ കാക്കനാട്, ഇപ്പോൾ ഞങ്ങളുടെ പ്രോജക്റ്റ് വരുന്ന പൂക്കാട്ടുപടിയാണ്, അവർക്ക് കാക്കനാട് അവരുടെ വേറൊരു ബ്രാൻഡുണ്ട്, അവരുടെ തന്നെ ബ്രാൻഡുണ്ട് കൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. കൈറ്റ്സ് എന്ന് പറയുന്നത് അസിസ്റ്റഡ് സീനിയർ ലിവിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് തന്നെ മറ്റ് കമ്പനീസ് ഉണ്ട്. ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ലൈക്ക് പാലിയേറ്റീവ് കെയർ, ഡിമെൻഷ്യ കെയർ ആൻഡ് ഓൾ. അപ്പം ഈ കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റി നമ്മുടെ സർവീസ് പ്രൊവൈഡറായിട്ട് വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ സീനിയർ ലിവിങ്ങിൽ താമസിക്കുന്ന, ആക്റ്റീവ് സീനിയർ ലിവിങ്ങിൽ താമസിക്കുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഹൗസ് ഓണർ ഇവഞ്ച്വലി നാളെ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ അതർ 3 കാറ്റഗറിയിലോട്ട് മാറേണ്ടി വന്നാൽ അസറ്റിലെ അപ്പാർട്ട്മെന്റ് തന്നെ കൊളംബിയ പസഫിക്കിന് ഈ പറയുന്ന ഓപ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. അവർക്ക് ഇതേ സർവീസസ് അസറ്റിന്റെ കെയർ ഓഫിൽ കൊളംബിയ പസഫിക്കിൽ നിന്ന് കിട്ടും. അതെ. അപ്പോൾ അവർക്ക് ആ സമയത്ത് ഒരു അസിസ്റ്റഡ് സീനിയർ ലിവിംഗ് കെയർ നോക്കി പോകേണ്ട ആവശ്യമില്ല, ഒരു പാലിയേറ്റീവ് കെയർ നോക്കി പോകേണ്ട ആവശ്യമില്ല, ഒരു ഡിമെൻഷ്യ കെയർ നോക്കി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ താങ്കളുടെ ഒരു പ്രോജക്റ്റിൽ, അസറ്റിൻ്റെ ഒരു പ്രോജക്റ്റിൽ ഒരാളുടെ ഒരു ആക്റ്റീവ് സീനിയർ ഒന്ന് താമസിക്കുന്നെങ്കിൽ യു ആർ കൈൻഡ് ഓഫ് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ടേക്ക് കെയർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഗൂഗിൾ പറയുന്നത്, അപ്പോൾ നിങ്ങൾ അസറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി 55 50 വയസ്സാകുന്ന റിട്ടയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആക്റ്റീവായിട്ട് വരിക, നിങ്ങളുടെ പിന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് അവിടെ താമസിക്കുന്ന കൂട്ടത്തിൽ ആസ് ലോങ് ആസ് ഈസ് ആക്റ്റീവ് യു വിൽ ടേക്ക് കെയർ ഓഫ് ഹിം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് ഘട്ടത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 3 സ്റ്റേജിൽ അസിസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പാലിയേറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഘട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു പാർട്ട്ണറായിട്ടുള്ള ഈ കൊളംബിയ പസഫിക് ഇൻ്റർനാഷണൽ അവരുടെ സർവീസസ് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ എക്കോസിസ്റ്റത്തിൽ നിന്ന് പോകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ശരിക്കും നല്ല സന്തോഷകരമായിട്ട് നല്ലതുപോലെ കാര്യങ്ങൾ പരിചരിക്കപ്പെട്ട് കഴിയാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ? അതെ. അല്ല, അത് മാത്രമല്ല, നമ്മൾ ശരിക്കും അസറ്റ് എന്ന് പറയുന്നത്, അസറ്റ് ലോകത്തിലെ ഒരു ലൈഫ് സൈക്കിൾ ബിൽഡറാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ലൈഫ് സൈക്കിൾ ബിൽഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പ്രായത്തിലെയും നമ്മുടെ ജീവിത കാലഘട്ടത്തിലെയും നമ്മുടെ ഹൗസിംഗ് റിക്വയർമെൻറ്റിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊരു ആദ്യമായിട്ട് നമ്മളൊരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മളെപ്പോഴും ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കും അല്ലെങ്കിൽ PG പോയി നിൽക്കും, റൈറ്റ്? അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, അങ്ങനെ കുറേയധികം ആളുകൾ ജീവിക്കുന്നുള്ളത് നമുക്ക് ചുറ്റും, നമുക്ക് എന്തുകൊണ്ട് അവർക്കൊരു ഹൗസിംഗ് സൊല്യൂഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആണ് ലോകത്ത് ആദ്യമായിട്ട് 96 സ്ക്വയർ ഫീറ്റിൽ അപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ പേര് സെൽഫി എന്നാണ്. അത് നമുക്ക് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ നമുക്ക് സെൽഫി യൂണിറ്റ്സ് ഉണ്ട്. ആ സെൽഫി യൂണിറ്റ്സിൽ ശരിക്കും ആളുകൾ താമസിക്കുന്നുണ്ട്, വളരെ സന്തോഷമായിട്ട് താമസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഒരു വരുമാനം കൂടി കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യത്തെ ഒരു ഫുൾ സെറ്റ് ഓഫ് ഹൗസ് മേടിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തും ഒരു 40 ലക്ഷം 50 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു വീട് വാങ്ങാം എന്നുള്ള രീതി. അപ്പോൾ ഒരു 25,000-30,000 റുപ്പീസ് EMI വരത്തുള്ളൂ. അതിനപ്പോൾ ഞങ്ങൾ ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൻ്റെ വളരെ തനതായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഞങ്ങൾ ബിൽഡ് ചെയ്തു. അതിൻ്റെ പേരാണ് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത്. അപ്പം ഒരു 25-30 ഇയേഴ്സ് ഓഫ് ഉള്ള സമയത്ത്, അത് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണം തൊട്ട് മുമ്പൊക്കെ നമുക്കൊരു വീട് വാങ്ങി മാറാവുന്ന അത് ആദ്യത്തെ വീട് അതിലേക്ക് മാറാവുന്ന ഒരു സാഹചര്യമാണ് നമ്മളതിനകത്ത് ക്രിയേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ വരുമാനമൊക്കെ കൂടുന്നു. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ വീട്ടിലേക്ക് മാറണം, ഒരു അപ്ഗ്രേഡ് നടത്തണം. സോ അതിനുവേണ്ടി നമ്മൾ എക്സോട്ടിക്ക എന്ന് പറഞ്ഞൊരു സീരീസ് കൊണ്ടുവന്നു. എക്സോട്ടിക്ക സീരീസിനകത്ത് ശരിക്കും ഒരു 75 lakhs മുതൽ അറൗണ്ട് ഒരു 4.5 crore വരെയുള്ള വീടുകളാണുള്ളത്. എക്സോട്ടിക്ക തന്നെ പിന്നെ കാറ്റഗറി ഉണ്ട്. എൻട്രി ലെവൽ എക്സോട്ടിക്ക, പ്രീമിയം എക്സോട്ടിക്ക, ഗ്രാൻഡ് എക്സോട്ടിക്ക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പുതിയ കാറ്റഗറി ഓഫ് സീനിയർ ലിവിംഗ് വരുന്നത്. അപ്പോൾ സീനിയർ ലിവിങ്ങിനെ ഞങ്ങൾ പേരിട്ടത് യങ് അറ്റ് ഹാർട്ട് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്ന പ്രോജക്റ്റിന് സെറീൻ യങ് അറ്റ് ഹാർട്ട് ബൈ അസറ്റ് ഹോംസ് ആൻഡ് കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. കൊച്ചിയിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ജീവിത കാലഘട്ടത്തിൽ ഏതൊരു സമയത്തുമുള്ള അവരുടെ ഹൗസിംഗ് റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും ലോകത്തിലെ ഒരു ലൈഫ് സൈക്കിൾ ബിൽഡർ. ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളൊരു ഹൗസിംഗ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫ്ലാറ്റ് നിർമ്മാതാവ് എന്നുള്ള കൺസ്ട്രക്ഷൻ ഒരു ബിസിനസ് എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മൊത്തം കൺസ്യൂമറിൻ്റെ മൊത്തം ലൈഫ് സൈക്കിളിൻ്റെ മൊത്തം ഇതിലേക്ക് ആ പല ഘട്ടത്തിലായിട്ട് പലതരം ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, പലതരം പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, എന്നാൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ കീഴിലുള്ള എല്ലാ ഫെസിലിറ്റീസും ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പല ഘട്ടത്തിൽ പല വ്യക്തികൾക്കും പല ആളുകൾക്കും വേണ്ടത് ഇപ്പോൾ കൊളംബിയ പസഫിക്കിൻ്റെ സഹകരണത്തോടു കൂടിയാവുമ്പം അവരുടെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും കൂടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ. ഇതിൻ്റെ ആശയം
ഉണ്ടായത്? ഇപ്പോൾ 7-8 വർഷമായിട്ട് ഇത് അതെ. ചിന്തിക്കുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ ആശയം എപ്പോഴാണ് ഉണ്ടായത്? അല്ല, ഇതിൻ്റെ ചോദിക്കുക. ഇതിൻ്റെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ സെൽഫി ചെയ്തതോ അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത് ചെയ്തതോ എക്സോഡ് ചെയ്ത് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ചെയ്തു, ഇപ്പോൾ എങ്ങറ്റ് ഹാർട്ട് ചെയ്തു, ഈ ആശയം മുഴുവൻ വരുന്ന കസ്റ്റമർ അടുത്തു നിന്നാണ്, ഞങ്ങളുടെ തന്നെ കസ്റ്റമർ അടുത്ത് നിന്ന്. ഇപ്പം അതെന്തുകൊണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ യു ആർ ലിസണിങ് ടു ദ കസ്റ്റമർ. ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഞാൻ ആ പൾസ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയതാണ്. ഒരു കമ്പനി ഇപ്പം ഞാൻ തന്നെ ഗൂഗിളിനെ കാണുമ്പോൾ യു ആർ പാഷനേറ്റ്ലി സേയിങ് അബൌട്ട് ദീസ് തിങ്സ്. അപ്പോൾ അതിൽ ദാറ്റ് ഇസ് വൈ ആസ്ക് യു വെൻ ഡിഡ് ദ സീഡ് ഓഫ് ദിസ് ഐഡിയ എന്നാണ് അത്? ഇറ്റ്സ് ഓൾവേസ് കമ്മിങ് ഫ്രം ദ കസ്റ്റമർ. ഇപ്പോൾ ഞങ്ങൾക്ക് ഉള്ള ചില ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് ആസ് എ ബ്രാൻഡ്. ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കസ്റ്റമർ ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമുണ്ട്. കസ്റ്റമർ ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞങ്ങളുടെ ഫസ്റ്റ് സർക്കിളിലുള്ള, അത് ഏറ്റവും ടോപ്പ് സീനിയർ മാനേജ്മെൻറ്റ് ടീമിലുള്ള ആളുകൾ എല്ലാ മാസവും ഓരോ ലൊക്കേഷനിലും ഓരോ പ്രോജക്റ്റിലും ഓരോ കസ്റ്റമറെ, അവിടെ ആ വീട് വാങ്ങി താമസിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കാണാൻ പോവാണ്. കണ്ട് അവർക്കൊപ്പം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്ന് ആ വീട്ടിൽ അവർ താമസിച്ച് കഴിയുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വളരെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും, വളരെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അത് മുഴുവൻ ഞങ്ങളാണ് കേൾക്കുന്നത്. ഞങ്ങളിരുന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഞങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ ഞങ്ങൾക്ക് കസ്റ്റമർ ഓൺ ബോർഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അത് ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ്സ് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബോർഡ് മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ കസ്റ്റമറെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ അവർ വന്നിട്ട് അവർ ഈസ് ഓൾസോ പാർട്ട് ഓഫ് അവർ ബോർഡ് മീറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് ഈ പറഞ്ഞ ഈ സീനിയർ മാനേജ്മെൻറ്റ് ടീം മീറ്റിംഗ്സിലോ അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ്സിലോ ആണ്. അവിടെ നമ്മുടെ കസ്റ്റമർ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് റിഗറസ് ആയിട്ട് ഈ പറഞ്ഞ കസ്റ്റമേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യുകയും അവരുടെ സംസാരിക്കുകയും അവരെ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഫീഡ്ബാക്ക് ഫോമും അല്ലെങ്കിൽ നമുക്ക് പിന്നെ പേപ്പറിനകത്ത് തപാലിൽ നമ്മുടെ ഫീഡ്ബാക്ക് ഫോമൊക്കെ അയച്ചാൽ നമുക്കറിയാതെ എവിടെ പോകുമെന്നുള്ളൂ. അതെ. അപ്പോൾ ഗൂഗിൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇതൊരു പുതിയൊരു ഇന്നോവേറ്റീവ് അസറ്റ് ക്ലാസ് ആണില്ലേ ശരിക്കും. പിന്നെ അപ്പോൾ അതിന് കുറച്ചുകൂടെ പ്രത്യേകതകൾ, ധാരാളം പ്രത്യേകതകൾ നമുക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റും ഒരു സീനിയർ ലിവിങ് പ്രോജക്റ്റും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീനിയർ ലിവിങ് പ്രോജക്റ്റിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള സർവീസ് പ്രൊവൈഡറിൻ്റെ ആവശ്യകതയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി താമസിക്കുമ്പോൾ അവിടെ നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് നമുക്ക് ലോക്കലി ആൾക്കാരെ ഹയർ ചെയ്യാം, അവരത് റൺ ചെയ്തോളും. പക്ഷേ സീനിയർ ലിവിങ് അങ്ങനെയല്ല, ഒരു സ്പെഷ്യൽ സംഭവമാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ സീനിയർ ലിവിങ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് 8 വർഷം എന്തുകൊണ്ട് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമില്ല. വി നെവർ റൺ എ റെസ്റ്റോറൻറ്റ്, റൈറ്റ്? ഇപ്പം സീനിയർ ലിവിങ്ങിനകത്ത് ഓഫ് കോഴ്സ് വി നീഡ് ടു റൺ എ കിച്ചൺ. അപ്പം അവിടെ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യണം. ഇപ്പം ഞങ്ങൾക്ക് ക്ലിനിക്ക് നടത്തി പരിചയമില്ല, സ്പെഷ്യലൈസ്ഡ് കിച്ചൺ വേണം. അതെ, അപ്പോൾ ഞാൻ ക്ലിനിക്ക് നടത്തി പരിചയമില്ല, അപ്പോൾ ക്ലിനിക്ക് നടത്തണം അതിനകത്ത്, റൈറ്റ്? അപ്പം ഈ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ ഈ വെൽനസ് എൻഷുർ ചെയ്യാനുള്ള വെൽനസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. ഹെൽത്ത് ആൻഡ് വെൽനസിനെ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റി വെൽബീയിങ് എൻഷുർ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് നടത്തണം. അപ്പം അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അത് ഞങ്ങളുടെ ബിസിനസ് അല്ല. പിന്നെ ഇങ്ങനത്തെ ഹൗസസ് ഡിസൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല, റൈറ്റ്? ഇതിനകത്ത് അതിൻ്റെ സർവീസ് എഗ്രിമെൻറ്റ്, അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ കൊളംബിയ പസഫിക്കിലോട്ട് എത്തുന്നത്. അപ്പോൾ സാധാരണ പ്രോജക്റ്റുകളും സീനിയർ ലിവിങ് പ്രോജക്റ്റ് തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡറിനകത്ത് ഉണ്ടാവുകയും, ഞാൻ ഈ നേരത്തെ പറഞ്ഞ 4 കാറ്റഗറി ഓഫ് എന്താ പറയുക സീനിയർ ലിവിങ് സൊല്യൂഷൻസ് അവർക്ക് ഒരേ സ്ഥലത്ത് തന്നെ കൊടുക്കാൻ പറ്റുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അസറ്റിൻ്റെ എങ്ങറ്റ് ഹാർട്ടിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്ന പോലെ തന്നെയാണ് അസറ്റിൻ്റെ എങ്ങറ്റ് ഹാർട്ട് സീനിയർ ലിവിങ് പ്രോജക്റ്റും മേടിക്കാൻ പറ്റുന്നത്. വേറെ ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഒരു 1 ബെഡ്റൂം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ്റ്റ് യു സംവെയർ അറൗണ്ട് 55 lakhs. ഒരു 1.5 ബെഡ്റൂം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കോസ്റ്റ് യു സംവെയർ അറൗണ്ട് 75 lakhs. ഒരു 2 ബെഡ്റൂം എടുത്ത് ഇറ്റ് വിൽ കോസ്റ്റ് യു സംവെയർ അറൗണ്ട് 90 lakhs. ദാറ്റ്സ് ദ ഇനിഷ്യൽ പ്രൈസിങ്. പ്ലസ് നമ്മൾ അവിടെ താമസിക്കുന്ന സമയത്ത്, നമ്മൾ സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിച്ച് താമസിക്കുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും? നമ്മളവിടെ മന്ത്ലി മെയിൻ്റനൻസ് കൊടുക്കും. ആ മന്ത്ലി മെയിൻ്റനൻസ് പോലെ തന്നെ നമ്മളവിടെ താമസിക്കുമ്പോൾ നമ്മൾ ഈ കൊളംബിയ പസഫിക്കിന് മന്ത്ലി നമ്മളൊരു ചാർജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊളംബിയ പസഫിക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളംബിയ പസഫിക് ആ കമ്മ്യൂണിറ്റിയിൽ, ഈ പറയുന്ന പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്കകത്ത് കുറേ അധികം സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ആ സർവീസസിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് അകത്ത് നമ്മൾ അവൈൽ ചെയ്യുന്ന സർവീസസ് ആണ്. 2 എന്ന് പറയുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് പുറത്ത് എന്നാൽ ആ പ്രോജക്റ്റിനകത്ത് നമുക്ക് കിട്ടുന്ന സർവീസസ് ആണ്. 3 എന്ന് പറയുന്നത് ഓപ്ഷണൽ സർവീസസ് ആണ്, നമ്മൾ കൂടുതൽ കാശ് കൊടുത്ത് എടുക്കുന്ന സർവീസസ് ആണ്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാവുന്ന സർവീസസ് ആണ്. സ്റ്റാൻഡേർഡ് ഫെയർ ആണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടിനകത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിനകത്ത് താമസിക്കുന്ന സമയത്ത് അപ്പാർട്ട്മെൻറ്റ് ക്ലീൻ ചെയ്യുന്നു, അതിൻ്റെ അപ് കീപ്പിങ്, നമ്മുടെ പിന്നെ ടോയ്ലറ്റ്സ് വാഷ് ചെയ്യുന്നത്, മന്ത്ലി ഒരിക്കൽ അത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ ഇപ്പോൾ നമുക്കൊരു പൂന്തോട്ടമുണ്ടെങ്കിൽ അത് നനയ്ക്കുന്നത്, റൈറ്റ്? അങ്ങനെ നമുക്കൊരു അപ്പാർട്ട്മെൻറ്റിനകത്ത് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് നമ്മൾ താമസിക്കുമ്പം, അത് മുഴുവൻ ഈ കൊളംബിയ പസഫിക്കിൻ്റെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള
ആളുകളാണ് എന്ത് ചെയ്യുക, അത് ചെയ്യുക. കോമൺ ഫെസിലിറ്റി എല്ലാം അവർ അത് നോക്കിക്കോളും. നമ്മൾ അപ്പാർട്ട്മെൻറ്റിന് പുറത്ത് എന്നാൽ പ്രോജക്റ്റിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കോമൺ ഏരിയ, അതായത് അതിനകത്ത് റൺ ചെയ്യുന്ന ഈ പറഞ്ഞ നമ്മളൊരു BLS ആംബുലൻസ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നത് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആംബുലൻസ് അതിൻ്റെ ഡ്രൈവർ അതിൻ്റെ അപ്പ് കീപ്പിംഗ്. നമ്മൾ അതിനകത്തൊരു ക്ലിനിക്ക് കൊടുക്കുന്നുണ്ട്. ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു ആക്റ്റീവ് സീനിയർ ലിവിംഗ് പ്രോജക്റ്റാണ്. അതല്ലാതെ ഈ രോഗികളെ ചികിത്സിക്കുന്ന സ്ഥലമല്ല. എന്നാലും നമ്മൾ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ എല്ലാം ഹെൽത്ത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു നഴ്സ് എല്ലാ ദിവസവും ഇവരുടെ അടുത്ത് പോയി സംസാരിക്കുകയും ഇവരുടെ ഈ പറഞ്ഞ വൈറ്റൽ സയൻസ് മോണിറ്ററിങ് ചെയ്യും. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രായ ആൾക്കാർ എപ്പോഴും കുട്ടികളെ പോലെയല്ലേ, അപ്പോൾ അവർ പല കാര്യങ്ങളും പുറത്ത് പറയത്തില്ല. ഇപ്പോൾ അവരുടെ മക്കൾക്കൊരു ആദ്യം ഉണ്ടാവും, ഇപ്പോൾ അമ്മ രാവിലെ മരുന്ന് കഴിച്ചോ, അച്ഛൻ്റെ BP എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇവർ മക്കളോട് ഇത് പറയണമെന്നില്ല. അപ്പോൾ ഇവരെല്ലാ ദിവസവും വന്നിട്ട് ഈ വൈറ്റൽ സയൻസ് ഇവിടെ എന്ത് ചെയ്യും, അവർ ട്രാക്ക് ചെയ്യും. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കൊളംബിയ പസഫിക് ആണ്. പിന്നെ നമുക്കതിനകത്തൊരു 2 കിച്ചണുണ്ട്, ഒരു വെജ് കിച്ചനും ഉണ്ട്, ഒരു നോൺ വെജ് കിച്ചനും ഉണ്ട്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഷെഫ്സാണ് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു 5 സ്റ്റാർ കാറ്റഗറി ഓഫ് റെസ്റ്റോറൻ്റ് ആണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഫുഡ് ഈസ് ഓപ്ഷണൽ. നിങ്ങൾക്ക് നിങ്ങളുടെ മീൽസ് ചൂസ് ചെയ്ത് വാങ്ങി അവിടെ നിന്ന് കഴിക്കാം. അത് ബൊഫേ ആണ് സെർവ് ചെയ്യുന്നത്. മോർണിംഗും ഈവനിങ്ങും ഉച്ചയ്ക്കുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫുഡ് സെർവ് ചെയ്യുന്നത്. അതല്ലാതെ അത് 2 ടൈംസ് ടീ ആൻഡ് സ്നാക്കിംഗ് ഉണ്ട്. സോ ടോട്ടൽ 5 ടൈംസ് ഫുഡ് അവിടെ അവൈലബിൾ ആയിരിക്കും. കോഫി ഷോപ്പ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മിനി കഫേ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വളരെ പ്രീമിയം ആയിട്ടുള്ള കോഫി ഷോപ്പ് ഉണ്ട്. ലൈബ്രറി ഉണ്ട് അതിനകത്ത്, റൈറ്റ്. അങ്ങനെ കുറേയധികം. പിന്നെ ഗസ്റ്റ് ഹൗസസ് ഉണ്ട്. ഇപ്പം നമ്മൾ കാണാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് വന്ന് സ്റ്റേ ചെയ്യാനുള്ള ഗസ്റ്റ് ഹൗസസ് ഉണ്ട്. അപ്പോൾ സാധാരണ ഒരു പ്രീമിയം ഹോം തിയേറ്ററോ അങ്ങനത്തെ തിയേറ്റർ ഉണ്ട്. അപ്പം പുറത്ത് ഇപ്പം നമുക്കൊരു തെറാപ്പി പൂളുണ്ട്. നമ്മൾ സാധാരണ സ്വിമ്മിംഗ് പൂളല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, തെറാപ്പി പൂളാണ്. അപ്പം വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ടും എക്സസൈസ് ചെയ്യാനും ഇല്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. പിന്നെ ഇത് നടത്തണമല്ലോ. ഇപ്പം ഈ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ പറഞ്ഞ ആക്ടിവിറ്റീസും എൻഗേജ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നടത്തണമല്ലോ. പിന്നെ ഇതിൽ താമസിക്കുമ്പോൾ ഇവർക്ക് തന്നെ കൊളംബിയ പസഫിക്കിൻ്റെ മറ്റ് പ്രോജക്ട്സുകൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അവർക്ക് ബാംഗ്ലൂർ പോയിട്ട് ഒരു 5 ദിവസം താമസിക്കണം, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയി ഒരു 5 ദിവസം താമസിക്കണം. സോ അതിന് അവരുടെ എൻറ്റയർ എക്കോ സിസ്റ്റത്തുമായിട്ട് കണക്ട് ചെയ്യാനും ആൾക്കാരുടെ അടുത്തൊക്കെ കണക്ട് ചെയ്യാനും അവരായിട്ട് എൻഗേജ് ചെയ്യാനും പറ്റും. വളരെ കൊള്ളാവുന്നൊരു കാര്യം. ഇപ്പോൾ ഈ ചെറിയ ആഫിലിയേഷനുള്ള ക്ലബ്ബുകളിലുള്ള വിസിറ്റ് പോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ അവിടെയെങ്കിലും പോയി നേരത്തെ ബുക്ക് ചെയ്താൽ താമസിക്കാനും ഫെസിലിറ്റി ഉണ്ടാവും. അത് ഷോർട്ട് എന്തെങ്കിലും ചെറിയ പേയ്മെൻറ്റോട് ഓഫ് കോഴ്സ് അതെല്ലാം പെയ്ഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ അപ്പാർട്ട്മെൻറ്റിനകത്ത് നമ്മൾ അവൈൽ ചെയ്യുന്ന ഇപ്പോൾ സാധാരണ ഒരു മെയ്ഡിനെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആ മെയ്ഡ് വന്ന് ചെയ്യും, അത് മുഴുവൻ അവർ ചെയ്യും. അത് അവരുടെ ബേസിക് മെയിൻ്റനൻസിൻ്റെ ഭാഗമാണ്. നേരത്തെ പറഞ്ഞില്ല ഫുഡ് ഓപ്ഷനിലാണെന്ന് പറഞ്ഞാൽ, അപ്പം ഒരാൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അവർ വാങ്ങണ്ട, തനിയെ ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ ശരിക്കും ഒരു ഫുള്ളി ഫങ്ഷണൽ കിച്ചൺ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. സീനിയർ ലിവിംഗിൽ ഒരു ഫുള്ളി ഫങ്ഷണൽ കിച്ചൺ അല്ല വരുന്നത്. വി ഹാവ് എ കിച്ചൺ ഏരിയ വെയർ യു ക്യാൻ ഡു ഓൾ ദ ബേസിക് ടൈപ്സ് ഓഫ് കുക്കിംഗ്. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പോർഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഈ പ്രോജക്റ്റിലേക്ക് ഒരാൾ എൻറോൾ ചെയ്ത് കഴിയുമ്പോൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ആക്റ്റീവ് സീനിയർ ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് എടുത്ത് 35 വർഷം 40 വർഷം അവർ ഹെൽത്തി ആയിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കണം. അത് അവരങ്ങനെ ഇരുത്തുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അതാണ് കൊളംബിയ പസഫിക് എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇതിനകത്തേക്ക് എൻറോൾ ചെയ്യുന്ന സമയത്ത് അവരുടെ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും. എന്നിട്ട് ആ റെക്കോർഡ്സ് കൊളംബിയ പസഫിക്കിൻ്റെ ടീം മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് അവരുടെ ഹെൽത്ത് റെക്കോർഡ്സ് പ്രകാരം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം, അതിൻ്റെ അളവ് വളരെ ക്ലിയർ ആയിട്ട് അവർ കുക്ക് ചെയ്ത് പോർഷൻസ് ആയിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഇഫ് യു ഓപ്റ്റ് മീൽസ് അങ്ങനെയാണെങ്കിൽ, അപ്പോൾ ആ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിച്ചൺ എപ്പോഴും എൻകറേജ് ചെയ്യാറില്ല. അവരുടെ നോൺ കുക്കിംഗ് എൻകറേജ് ചെയ്യാറ്, പക്ഷേ ദേ ക്യാൻ ആക്ച്വലി കുക്ക് ഓർ ദേ ക്യാൻ ബ്രിങ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് സെൻസിബിൾ ഓൾവേസ് ടു ഗെറ്റ് ദിസ്. അല്ലാതെ പിന്നെ അവിടെ നമ്മൾ പിന്നെ അതിനകത്ത് വേറെ കുക്ക് ചെയ്യുന്നതിനൊക്കെ ബട്ട് യു ഡോണ്ട് ആക്ച്വലി സ്റ്റോപ്പ് പീപ്പിൾ ഫ്രം ഡൂയിങ് ദാറ്റ് ഇഫ് ദേ വാണ്ട് ടു. അത് ശരിക്കും ആ ഒരു എക്കോസിസ്റ്റത്തിൽ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതെ അത്രേ ഉള്ളൂ. കാരണം അവിടെ ഒരു ഈ പറഞ്ഞ എന്താണ് ഇപ്പോൾ മൈക്രോ ഗ്രീൻസ് ഒന്നും അല്ല അവിടെ കൊടുക്കുന്നത്. സാധാരണ നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. അതെ, അതൊരു പോർഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പോർഷനായിട്ട് അവരുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു പോർഷനായിട്ട് കൊടുക്കും. ഇനി നമുക്കതല്ല, നമുക്ക് ചില സമയങ്ങളിൽ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം വേണം, ഒരു സ്പെഷ്യൽ ഫുഡ് വേണം, അല്ലെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ വളരെ റിനോഡ് ആയിട്ടൊരു ഷെഫ് അകത്ത് വന്ന് നമുക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ത്രോ എ പാർട്ടി, ദാറ്റ്സ് ഓൾസോ പോസിബിൾ. ഓൾ ആർ അവൈലബിൾ, എല്ലാം അവൈലബിൾ. ഇപ്പം നമുക്ക് അതിനകത്ത് സലൂൺ ഉണ്ട്, സ്പാ ഉണ്ട്, നമുക്കൊരു തെറാപ്പിസ്റ്റ് ഉണ്ട് അതിനകത്ത്. ഫിസിയോതെറാപ്പിസ്റ്റ് വിൽ കം ആൻഡ് ഗിവ് യു ഓൾ ദ ഫിസിയോതെറാപ്പി സെഷൻസ്, ബട്ട് യു നീഡ് എ പേഴ്സണലൈസ്ഡ് സെഷൻ, then you can pay. And അതെല്ലാം ഈ ഓപ്ഷനിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു കസ്റ്റമറിന് അവരുടെ വിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ
അവർക്ക് കുറേ അധികം വെൽത്ത് ഉണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പം ഇക്വിറ്റി ഉണ്ട്, അതെ. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, SIPs ഉണ്ട്, FDs ഉണ്ട്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള അസിസ്റ്റൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർ കുറേ പ്രോപ്പർട്ടീസ് ഇന്ത്യയിലും പുറത്തുമായിട്ടുണ്ട്, അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണോ ഉള്ളത് ആ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ അവിടെ സൊല്യൂഷൻ ഉണ്ട്. മനസ്സിലായി. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അത് തേടി പോകേണ്ട ആവശ്യമേ വരുന്നില്ല. പിന്നെ ഈ വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകൾ നമ്മൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫുള്ളി ഫർണിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഡ്രസ്സ് മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മതി, നമ്മൾ വേറൊന്നും കൊണ്ടുവരണ്ട. നമ്മൾ പറയുന്നത് നിങ്ങൾ ഡ്രസ്സ് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഡ്രസ്സ് കൊണ്ടുവന്ന ട്രോളി ബാഗ്സ് ഇല്ലേ അത് തിരിച്ചു കൊണ്ടുവിടാനാണ് പറഞ്ഞത്. ബിക്കോസ് ഈ വീട്ടിൽ യൂസ് ചെയ്യാനുള്ള ട്രോളി ബാഗ്സ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു അടുത്ത ഘട്ടത്തിലോട്ട്, അതായത് വളരെ സന്തോഷകരമായിട്ട്, കാരണം ഈ ബാഗേജ് ഒന്നും ഇല്ലാതെ അങ്ങനെയല്ലല്ലോ. മാത്രമല്ല നമ്മൾ ഇതിനകത്ത് നമ്മൾ സീനിയർ ലിവിങ്ങിലേക്ക് വരുമ്പോഴേ നമ്മൾ ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന TV ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ്, ഞാൻ നേരത്തെ ഹാൻഡിൽ കാര്യം പറഞ്ഞ പോലെ അതെല്ലാം അത്രയും കെയർഫുള്ളായിട്ട് പിക്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോഴാണ് ശരിക്കും ഈ പറഞ്ഞ ഒരു ആക്റ്റീവ് സീനിയർ ലിവിങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് 35-40 ഇയേഴ്സ് റൺ ചെയ്യാൻ പറ്റും. അത് പോസിബിളാണ്. അതായത് നമുക്ക് സിക്ക് ആവാതെ ബെഡ്റിഡൺ ആവാതെയൊക്കെ നമുക്കൊരു 30-35 ഇയേഴ്സ് ജീവിക്കാം. മനസ്സിലായി. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ളതും അതിൻ്റെ അകത്ത് ഏറെക്കുറെ പ്രവർത്തനങ്ങൾ എൻഡ് ടു എൻഡ് പ്രോജക്റ്റിനകത്തും പുറത്തും ആയിട്ടുള്ള പ്രവർത്തനങ്ങളും സർവീസസിൻ്റെ ഒരു വൈഡ് ഏറെ സർവീസസും ഒക്കെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു, നേരത്തെ പറഞ്ഞു ഇത് വാങ്ങുന്നതിന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല, മറ്റേ വാങ്ങുന്നത് പോലെ ഏതൊരു ഫ്ലാറ്റും വാങ്ങുന്നത് പോലുള്ള കാര്യങ്ങളേ ഉള്ളൂ.